ഈ മംഗളവാർത്ത നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം, മംഗളവാർത്ത ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് രക്ഷ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് മുൻകൈ എടുക്കുന്നത്. നമ്മുടെ ആരുടെയും മികവല്ല, നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല. ദൈവമാണ് താല്പര്യത്തോടെ ഇറങ്ങി വരുന്നത്. രക്ഷാകര ചരിത്രം മുഴുവൻ വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യനെ തേടി ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ മംഗളവാർത്തയുടെ അനുഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവം നമ്മളെ തേടി ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ചരിത്രത്തിൽ ഒറ്റപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ഈ മംഗളവാർത്ത എന്ന് വിചാരിക്കരുത്. അല്ല, നൂറ്റാണ്ടുകളായി ഇതിനുവേണ്ടി മനുഷ്യര് ഒരുക്കപ്പെടുകയായിരുന്നു. ചരിത്രം ഇതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു മംഗളവാർത്തയുടെ മൊമെന്റിന് വേണ്ടിയിട്ട്. അത് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഉൽപ്പത്തി 3:15 സഭാപിതാക്കന്മാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രോട്ടോ ഇവാഞ്ചലിയും എന്നാണ്. പ്രോട്ടോ ഇവാഞ്ചലിയും, ആദ്യത്തെ സുവിശേഷം ഇതാണെന്ന്. സുവിശേഷം ഏദനിൽ തന്നെ മുഴങ്ങി തുടങ്ങിയിരുന്നു. അതായത് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയുടെ സന്തതി വരും, ആ സ്ത്രീയുടെ സന്തതി തിന്മയെ ഉന്മൂലനം ചെയ്യും, പാപത്തെ പിശാചിനെ തകർക്കും. ഹൗവ അനുസരണക്കേടിനാലെ കെട്ടിയ കെട്ടിനെ മറിയം അനുസരണത്താലെ അഴിച്ചു വിടുകയായിരുന്നു. നോട്ട് കെട്ട് കെട്ടി വിട്ടു, ആ കെട്ടിനെ മറിയം അഴിച്ചു എന്ന്. അപ്പോൾ മംഗളവാർത്ത എന്ന് പറയുന്നത് ഏദനിൽ സംഭവിച്ചതിനെ വീണ്ടും തിരിച്ച്, എന്ന് വെച്ചാൽ ഏദനിൽ നന്നായി ആരംഭിച്ച് അവസാനം ശിക്ഷയായി അവസാനിച്ചതിനെ തിരിച്ച് അതിന്റെ ആദ്യ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള റിവേഴ്സൽ പ്രോസസ് അത് മറിയം ആരംഭിക്കുകയാണ്. സ്വർഗം ആരംഭിക്കുകയാണ് മംഗളവാർത്തയിലൂടെ.